ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ താമൂത്തി സ്കൂളിൽ അതായത് 6-ാം തീയതി തൊട്ട് സ്കൂള് തുടങ്ങുകയാണ്. അപ്പോൾ സ്കൂളിൽ പോകുന്നതിനുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് മുൻപ് ഇവിടെ എങ്ങനെയാണ് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അവർ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ച് വേണം സ്കൂളിലേക്ക് ചെല്ലാനായിട്ട്. അപ്പോൾ ഇത് കണ്ട, ഇത് മുഴുവൻ ആകെപ്പാടെ, ഇത് പിന്നെ ഇവരുടെ ഫുള്ള് കളിസ്ഥലമാണ്, എല്ലാം അലമ്പാക്കി ഇട്ടേക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇത് പൊട്ടിച്ചും ഇരന്നൊക്കെ എടുത്ത് പാക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് ആകെപ്പാടെ ഇച്ചിരി അളുക്കുളുത്തായിട്ടൊക്കെ കിടക്കുകയാണ്. ഓക്കെ, നമുക്കപ്പം എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ കണ്ടിട്ടില്ല, ഇവിടെ സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കണം. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് ആദ്യമായിട്ട് ഇവർക്ക് നമ്മൾ നേരെ കൊണ്ട് ഹെഡ്സെറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ അത് ഇങ്ങനെ മാറ്റി വെച്ചേക്കണം. കണ്ടോ, ഒരു പെൻസിൽ ബോക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കത്രിക, പിന്നെ അതുപോലെ തന്നെ പെൻസില്, പിന്നെ ഇത് നമ്മൾ മറ്റേ എയർ ടൈറ്റ് കവർ, ഇതും അവർക്ക് വേണമെന്നൊരു പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്രയോൺസ് ഇത് 2 എണ്ണമായിരുന്നു വേണ്ടത് ഒരാൾക്ക്, പക്ഷേ ഞങ്ങളിപ്പോൾ ഒരെണ്ണേ മേടിച്ചുള്ളൂ. അപ്പോൾ ഇനി പോകുന്ന വഴി ഒന്നും കൂടെ മേടിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഇത് കുറച്ച് ഫയലും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, ഇത് പിന്നെ ഇത് ക്രയോൺസ്, സ്റ്റിക്ക് കാര്യങ്ങൾ, പിന്നെ അവരുടെ വാട്ടർ ബോട്ടിൽ നമുക്കിപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് വൈപ്പാണ് കേട്ടോ, നമ്മുടെ ഫേസ് വൈപ്പാണ്, ടിഷ്യൂ വൈപ്പല്ല ടിഷ്യൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 2 പേർക്ക് ഇതേണ്ട ബാഗൊക്കെ ഞങ്ങൾ ബാഗും അടിപൊളിയൊക്കെ മേടിച്ചു. കണ്ട, ലൈറ്റൊക്കെ കത്തുന്ന താമൂത്തിൻ്റെ ലൈറ്റൊക്കെ കത്തുന്ന സ്പൈഡർമാൻ ബാഗ് ഇല്ലേ താമൂത്തി? സ്പൈഡർമാൻ ബാഗൊക്കെ ഞങ്ങൾ മേടിച്ചു. കണ്ട, അങ്ങനെ 2 പേർക്കും 2ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് പതുക്കെ പാക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് അടുക്കാം. നമുക്ക് ആദ്യം ഈ ടിഷ്യൂ കാര്യങ്ങളൊക്കെ അടുക്കി വെക്കാം. ഓക്കെ, അപ്പോൾ 3 ബോക്സ് ടിഷ്യൂ ആണ് അവർ പറഞ്ഞത്. 3 ബോക്സ് ടിഷ്യൂ ഒക്കെ വെച്ചു. നമുക്ക് പിന്നെ ഈ ക്രയോൺസൊക്കെ നമുക്ക് ഓരോന്നായിട്ട് സൈഡിലേക്ക് അടുക്കി വെക്കാം. ക്രയോൺസ് നമുക്ക് സൈഡിലേക്ക് വെക്കാം. സ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. ഇതുകൊണ്ട് ഹാൻഡ് സാനിറ്റൈസർ ആട്ടോ, ഇതുവരെ അവർക്ക് നമുക്ക് സ്കൂളിലേക്ക് നമുക്ക് കൊടുത്തു വിടണം. പിന്നെ ഒരാളെ ഹെഡ്സെറ്റ് നമ്മളൊന്നും പൊട്ടിച്ചില്ല, ഇതൊക്കെ അവർ പൊട്ടിക്കുന്നതും. ഓക്കെ പൊട്ടിക്കട്ടെ. പെൻസില് കാര്യങ്ങൾ, ഇത് പെൻസിൽ ബോക്സ് ആട്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ് അവർ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് തന്നെ മേടിച്ചു. പിന്നെ കവർ, ഓക്കെ കവറ്, പിന്നെ നമുക്കിത് ഈ ഫയലും കൂടെ ഇങ്ങനെ സൈഡിലായിട്ട് നമുക്ക് വെക്കാം. നമ്മുടെ ക്യാമറാമാൻ താമുവാണ് കേട്ടോ, താമുവാണ് നമ്മുടെ ഫോൺ പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലേ താമുവേ? മൂത്തിക്കും തരാം. ഇല്ല, പാടാണ്. വെക്കേണ്ടി നമുക്ക് വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അതങ്ങനെ വെച്ചു. അപ്പം അങ്ങനെ നമ്മുടെ ഒരു കിറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ അടുത്തതും കൂടെ പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാം അടുക്കി 2 ബാഗും വെച്ച് വാട്ടും. ഈ ബാഗ് ഇപ്പോൾ കൊടുക്കണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും നമ്മൾ ബാഗ് കൊണ്ടുപോവാണ്. അതുപോലെ വാട്ടർ ബോട്ടിലൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ബാഗ് അവിടെ വെക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതിൻ്റെ കറക്റ്റ് അറിയത്തില്ല എന്താണെന്നുള്ളത്. നമുക്ക് കൊടുക്കുക നമ്മുടെ നാട്ടിലെ കൂട്ട് വലിയ ബാണ്ട കണക്കിന് ബാഗ് തൂക്കി തൊള്ളയിട്ടുണ്ട് പോകേണ്ട അവസ്ഥയൊന്നും ഇവിടെ ഇല്ല നമുക്ക്. അതൊക്കെ നമ്മൾ ഈ സാധനങ്ങൾ സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ അതിൻ്റെ ബോക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവരെല്ലാം അവിടെ തന്നെയാണ് എല്ലാം സൂക്ഷിക്കുന്നത്. നമുക്ക് വീട്ടിലേക്കൊന്നും കൊണ്ടുവരേണ്ട കാര്യങ്ങളൊന്നും. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഇനി പതുക്കെ സ്കൂളിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ട് കൊടുത്തു. ഇതിന് ശേഷം അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവാണ്. ഭയങ്കര ഒരു സന്തോഷത്തിലാണ് 2 പേരും. ഇതിപ്പോൾ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടെ തന്നെ ബസ്സിൽ പോകുമ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്കിവിടെ വേറെ ചേച്ചി ഉണ്ട് കൂട്ടിന്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ബസ് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ചേച്ചിയുടെ കൂടെ അങ്ങ് പോവാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. സ്കൂൾ ബസ്സൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി. എനിക്ക് തോന്നുന്നു നമ്മളിത് ഇപ്പം ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് വരുന്ന ബസ് ഇവിടുത്തെ, അതായത് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ മാത്രം പിള്ളേരെ എടുക്കാനായിട്ടാണ് വരുന്നത്. അതിനുശേഷം ഇവർ ഈ പിള്ളേരെ എടുത്തുകൊണ്ട് തിരിച്ച് സ്കൂളിലോട്ടാണ്, വേറെ എങ്ങും ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പില്ല. നമ്മളോട് എന്ന് പറയുമ്പോൾ ഓരോരുത്തടുത്തൊന്നും ഓരോ വീട്ടിൻ്റെ വാതിൽ നിന്ന് എടുത്ത് അങ്ങനെയാണല്ലോ എല്ലാ പിള്ളേരെ വന്നിട്ട് ഏറ്റവും അവസാനം സ്കൂളിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ 10 മണിക്കത്തെ ക്ലാസ് ആണെങ്കിൽ നമുക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് പിള്ളേരെ സ്കൂളിൽ കയറ്റി വിടേണ്ട ഒരവസ്ഥ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് ഇവിടെ വരും, 15 മിനിറ്റുള്ളിൽ സ്കൂളിൽ ബസ് എത്തുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ബസ്. അങ്ങനെ 2 പേരെയൊക്കെ കയറ്റി അതിൻ്റെ താഴെ ഒരു 08 എന്നൊരു നമ്പറുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഈ ഡോറിൻ്റെ ഇപ്പുറത്തെ ചെറിയൊരു ബോർഡ് പോലെ അവർ വെച്ചേക്കുണ്ട്, അവിടെ 08. ഇതാണ് നമ്മുടെ താമമുത്തീസിൻ്റെ ബസ്.
ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ 2-3 ബസ് അകത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്നും കണ്ടാണ്ട് അതിൻ്റെ പുറകിൽ തന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ബസ്സെല്ലാം ഇവിടെ നിന്നുള്ള പിള്ളേരെയും കൊണ്ട് പല പല സ്റ്റാൻഡേർഡുള്ള പിള്ളേരെയും കൊണ്ട് പോകാനായിട്ടാണ്. ഇതാണ് താമമുത്തിയുടെ അമേരിക്കയിലെ സ്കൂൾ. ഇത് കണ്ടില്ലേ അതിൻ്റെ അകത്തെ സെറ്റപ്പൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ്. ഫേസ് ടു ഫേസ് ആണ് ഇരിക്കുന്നത്. ഓരോരുത്തരുടെയും സീറ്റ് അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ അവരുടെ ഇരിപ്പിടത്തിൽ അവർ എഴുതി ഒട്ടിച്ച് വെച്ചേക്കൊണ്ട് അവിടെയാണ് ഇരിക്കുകയൊക്കെ വേണ്ടത്. അങ്ങനെ നമ്മുടെ ആൾക്കാർ ആദ്യത്തെ സ്കൂൾ ഡേ കഴിഞ്ഞിട്ട് താമൂത്തീസ് തിരിച്ച് വരുവാണ്. ആദ്യത്തെ സ്കൂൾ ഡേയ്സ് കഴിഞ്ഞിട്ട് കിരീടമൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ തിരിച്ച് വരികയാണ്. സ്കൂൾ ഡേയ്സ് കഴിഞ്ഞിട്ട് 2 പേരും ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമേരിക്കയിലെ ഒരു സ്കൂളിൻ്റെ, അതായത് കുട്ടികളുടെ സ്കൂളിൻ്റെ ഒരു വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.